ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള സബ്ജക്റ്റിൽ സ്പെസിഫിക്കലി നമുക്ക് കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് എക്സാം വരാൻ പോകുന്നത്, പുതിയ റെഗുലേഷനാണ്. അപ്പോൾ നമുക്ക് ആകെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഡിസ്കഷനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം, പാർട്ട് എയിൽ നമുക്ക് വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി. അതായത് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം, അല്ലെ 5 മൊഡ്യൂളാണല്ലോ, ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം നമുക്ക് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓപ്ഷനില്ല, 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ പാർട്ട് എ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് എയിൽ മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കലി നമുക്ക് തന്നെ പറയുന്നു നമ്മളെ സെമസ്റ്റർ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി സിലബസിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിലബസ് ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സർക്യൂട്ട്സിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയിരുന്നു, അതുപോലെ ട്രാൻസിസ്റ്റർ ബയാസിങ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്ന തിയറിയാണ്. 2 ക്വസ്റ്റ്യനൊക്കെ പ്രോബ്ലം ചോദിക്കുന്നുള്ളൂ പാർട്ട് എയിൽ, കൂടുതലും തിയറി പോർഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂള് BJT ആംപ്ലിഫയേഴ്സ് ആയിരുന്നു. തേർഡ് മൊഡ്യൂള് മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും ആയിരുന്നു. ഫോർത്ത് മൊഡ്യൂള് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും ഓസിലേറ്ററും ആയിരുന്നു. ലാസ്റ്റ് മൊഡ്യൂളിൽ പവർ ആംപ്ലിഫയറും റെഗുലേറ്റഡ് പവർ സപ്ലൈ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഡയറക്റ്റ് പാർട്ട് എ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് എയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ടൊരു ബോക്സിലും മാർക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. അപ്പോൾ കൂടുതൽ സ്പ്ലിറ്റപ്പുകൾ വരെ പാർട്ട് ബിയിലാണ്, എന്നാലും ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഡിസൈൻ ദ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി 2 kHz. ഇത് നമ്മുടെ പഴയ റെഗുലേഷനിലും ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ ദി ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് 2 kHz. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ ആയിക്കോട്ടെ, ഒരു ലോ പാസ് ഫിൽറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി ഫ്രീക്വൻസി മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? ഫ്രീക്വൻസി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഹൈ പാസ് ഫിൽറ്റർ വരയ്ക്കുമ്പോൾ ഹൈ പാസ് ഫിൽറ്ററിൽ ഉണ്ടാവുന്നത് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററുമാണ്. നമ്മൾ ഓൾറെഡി ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫിഗറെല്ലാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. അപ്പോൾ റെസിസ്റ്ററിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ആ വാല്യൂ അനുസരിച്ച് 2 kHz ഫ്രീക്വൻസി കിട്ടുന്ന രീതിയിൽ കപ്പാസിറ്റർ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുകയാണ്. ലെറ്റ് us assume the value of resistance will be 1 kilo ohm. നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 kilo ohm ആണെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എത്രയാണ്? 2 kHz ആണ്, അല്ലേ? അതുപോലെ നമുക്ക് കപ്പാസിറ്റൻസ് അറിയില്ല, കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററും ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, 1/2π × RC ആണ്. 1/2π × RC. ഫ്രീക്വൻസി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഫ്രീക്വൻസി എത്രയാണ്? 2 kHz. സോ 2 kHz ഈക്വൽ ടു 1/2π × ആറിന് വരെ എന്ത് കൊടുക്കാം? 1 × 10⁻³ എന്ന് കൊടുക്കാം, ഇൻറ്റു C. ഓക്കെ, അപ്പോൾ നമുക്ക് C കണ്ടുപിടിക്കാം. C എന്താ വരിക? 1/2π RF ആണ് വരിക. അതായത് 1/2π × ആറിന് പകരം നമുക്ക് 1 × 10⁻³ കൊടുക്കാം. എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 × 10⁻³ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് വർക്കൗട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നമുക്ക് ആൻസർ കിട്ടും. ആൻസർ വിൽ ബി 79.61 നാനോ ഫാരഡ് എന്ന് കിട്ടും. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു RC ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് RC ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഒന്നുമില്ല, സെയിം ഇക്വേഷൻസ് തന്നെ. ഇതിൽ ഈ കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും നിങ്ങൾ പൊസിഷനും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? RC ലോ പാസ് ഫിൽറ്റർ കിട്ടും, അല്ലേ? ഒന്ന് ഡിഫറൻഷ്യേറ്ററും ഒന്ന് ഇൻ്റഗ്രേറ്ററും അല്ലേ? യെസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് അബൌട്ട് ഡബിൾ എൻഡഡ് ക്ലിപ്പിംഗ്. ഓക്കെ, എന്താണ് ഡബിൾ എൻഡഡ് ക്ലിപ്പിംഗ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിലിട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ്, ഞാൻ നേരത്തെ സ്പ്ലിറ്റപ്പ് പറഞ്ഞില്ലല്ലോ, സർക്യൂട്ട് പ്ലസ് ഡയഗ്രാണ്. സർക്യൂട്ടിന് 1 മാർക്കും ഡിസൈനിന് 2 മാർക്കുമാണ് നേരത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡബിൾ എൻഡഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിന് 2 മാർക്കും അതിൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷന് 1 മാർക്കുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡബിൾ എൻഡഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഡബിൾ എൻഡഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേർഡ് നമുക്ക് ഫെമിലിയർ ആവില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പിനേഷണൽ ക്ലിപ്പർ അല്ലേ. കോമ്പിനേഷണൽ ക്ലിപ്പറാണ് നിങ്ങൾ എന്തിൽ എഴുതേണ്ടത്? ഡബിൾ എൻഡഡ് ക്ലിപ്പറിൽ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ? ഒരു ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറും ഒരു ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പറും കൂടി കമ്പൈൻ ചെയ്താൽ എനിക്ക് ഒരു കോമ്പിനേഷൻ ക്ലിപ്പർ കിട്ടുക. ആ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം, സർക്യൂട്ട് കണ്ടോ? ഇതാണ് ഒരു ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ, ഇതാണ് ഒരു ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ഏതാണ്? ഒരു കോമ്പിനേഷൻ ക്ലിപ്പർ അല്ലെങ്കിൽ ഒരു ഡബിൾ എൻഡഡ് ക്ലിപ്പർ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും വേവ് ഫോമും നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. എക്സ്പ്ലനേഷൻ വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആകെ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ ഈ 2 ക്വസ്റ്റനാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റൻ നമ്പർ 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ആക്ച്വലി വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന പാർട്ടാണ് 3ഉം 4ഉം. ശരിക്കും പറയുകയാണെങ്കിൽ DC ലോഡ് ലൈൻ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിലും AC ലോഡ് ലൈൻ നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് മൊഡ്യൂളിലും. പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിലെ കോമൺ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിഫറൻഷിയേറ്റ് DC ആൻഡ് AC ലോഡ് ലൈൻ. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് 1 മാർക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വേവ് ഫോം. ഈ വേവ് ഫോമിൽ നമുക്ക് DC ലോഡ് ലൈനും AC ലോഡ് ലൈനും മനസ്സിലാവണം. ബേസിക് ഡിഫറൻസസിന് 2 മാർക്ക്. ജസ്റ്റ് അത് കമ്പാരിസനായിട്ട് എഴുതണമെന്നില്ല, ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം DC ലോഡ് ലൈനും AC ലോഡ് ലൈനും നമ്മുടെ വ്യത്യാസം എന്താണെന്ന് അല്ലേ. DC ലോഡ് ലൈൻ ഈസ് നത്തിങ് ബട്ട് to show the relationship between current and voltages of a circuit under a given load. It is a method used for analysis of transistor application. AC load line along with Q point moves the variations of output current. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു ക്യാര വരയ്ക്കുകയാണെങ്കിൽ ആ ക്യാരയിൽ നമ്മളൊരു Q പോയിൻ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ Q പോയിൻറ്റിൻ്റെ വോൾട്ടേജും കറണ്ടും ഫിക്സഡ് ആണെങ്കിൽ അത് DC ലോഡ് ലൈനും, അതിനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് AC ലോഡ് ലൈനുമാണ്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട്, നിങ്ങളത് റെഫർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്റ് DC ആൻഡ് AC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മില്ലർ എഫക്റ്റ് ഓൺ ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്? അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മില്ലർ എഫക്റ്റ് ആണ് പറഞ്ഞത്. മില്ലർ എഫക്റ്റ് വെച്ചിട്ട് ഏതൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായിരുന്നു മില്ലർ എഫക്റ്റിൻ്റെ ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സിൽ നമ്മൾ എന്തിനാണ് മില്ലർ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? ഇൻ അവർ അനാലിസിസ് ഓഫ് high frequency response of CA amplifier, we employed a technique for replacing the bridging capacitance by equivalent input capacitance. This is very useful and effective technique is based on general theorem known as Miller's theorem. ഇത്രയും കാര്യം എഴുതിയാൽ മതി. അപ്പോൾ തന്നെ ബേസിക് സിഗ്നിഫിക്കൻസിന് 2 മാർക്കും ഒരു ഗിവൺ എക്സാമ്പിളിന് 1 മാർക്കുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി എൻ്റെ സർക്യൂട്ട് എങ്കിൽ ഈ സർക്യൂട്ട് നമുക്ക് മില്ലേഴ്സ് തിയറം വെച്ച് സിംപ്ലിഫൈ ആണെങ്കിൽ ഈ ഒരു സിംഗിൾ ഇമ്പിഡൻസിന് എനിക്ക് 2 ഇമ്പിഡൻസ് ആക്കി മാറ്റാം അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇമ്പിഡൻസ് ഇക്വേഷൻ ZF ഡിവൈഡഡ് ബൈ 1 മൈനസ് എയും സെക്കൻഡ് ഇക്വേഷൻ ZF ഇൻറ്റു A ഡിവൈഡഡ് ബൈ A മൈനസ് 1 ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ മില്ലേഴ്സ് തിയറം വെച്ച് നമുക്ക് ഇതുപോലത്തെ സെൻറ്ററിലുള്ള ബ്രിഡ്ജിങ് കപ്പാസിറ്റൻസിനെ നമുക്ക് ഇതുപോലത്തെ 2 സ്പ്ലിറ്റപ്പുകളാക്കി മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ മില്ലേഴ്സ് തിയറം പ്രിഫർ ചെയ്യുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, 5ഉം 6ഉം ആക്ച്വലി തേർഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ജനറലായിട്ടൊരു ഔട്ട്ലൈനെ പറയുള്ളൂ. നമ്മൾ ന്യൂമറിക്കൽ സെഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് തരാം. 5 ഞാൻ പറയാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് കാസ്കേഡിങ് ഇൻ ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിഫയർ? നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഗെയിനിൻ്റെ എഫക്റ്റ് പറയുന്നതിന് 1.5 മാർക്കും ബാൻഡ് വിഡ്ത്തിൻ്റെ എഫക്റ്റ് പറയുന്നതിന് 1.5 മാർക്കും. ജസ്റ്റ് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ കേസിൽ അല്ലേ കാസ്കേഡ് അങ്ങനെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് അല്ലേ. ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് AV1 ഇൻറ്റു AV2 ഇൻറ്റു അപ് ടു N സ്റ്റേജസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 സ്റ്റേജസ് ആണെങ്കിൽ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ AV1 ഇൻറ്റു AV2 ആണ്. അതായത് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ഓഫ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ N സ്റ്റേജസ് ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റേജും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതാണ് ടോട്ടൽ ഗെയിന്. സോ ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ്. ഇതാണ് ആക്ച്വലി ഒരു ഗെയിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് √2⁻1 - 1 ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ്
2⁻n-1, അതായത് ഒരു പാരാമീറ്റർ എന്നുള്ളത് ഡിവൈഡഡ് ബൈയും ഒരു പാരാമീറ്റർ എന്നുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ ആണ്. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യും, ഒന്ന് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആറാമത്തെ നമ്മൾ പറഞ്ഞു കാൽക്കുലേറ്റ് ദി ഡ്രെയിൻ കറൻറ്റ്. പാരാമീറ്റേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രെയിൻ കറണ്ട് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സെഷൻസ് പറയാം ഞാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാനൊന്ന് വേക്കൻ്റ് ആയിട്ട് വിടുകയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിൽ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് മാത്രം നിങ്ങൾ നോക്കുക. ഇതിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് എന്താണ്? ഡ്രെയിൻ കറണ്ടാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ 3rd മൊഡ്യൂളിൻ്റെ ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേറ്റ് ദി എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇവിടെ അല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 5ഉം 6ഉം ആക്ച്വലി 3rd മൊഡ്യൂളായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന 4th മൊഡ്യൂളിലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കുന്ന 2 മൊഡ്യൂളാണ് 4ഉം 5ഉം. 4 എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഓസിലേറ്റർ, 5 എന്ന് പറഞ്ഞാൽ പവർ ആംപ്ലിഫയറും റെഗുലേറ്ററും. അപ്പോൾ ഇതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇല്ലുസ്ട്രേറ്റ് ദി എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ അല്ലേ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താണ് ഗെയിൻ, എന്താണ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഗെയിൻ ഓൾറെഡി നമുക്കറിയാം AF = A/1 + A β. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു സർക്യൂട്ട് എങ്കിൽ ഇത് നമ്മുടെ ആംപ്ലിഫയറും ഇത് നമ്മുടെ ഫീഡ്ബാക്ക് എലമെൻറ്റും ആണെങ്കിൽ നമുക്കിവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ മൊത്തം ഗെയിൻ എന്ന് പറയുന്നത് A/1 + A β എന്ന് കിട്ടും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ടാണ് 1 + A β. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ A/1 - A β എന്ന് കിട്ടും. റൈറ്റ്. ബാൻഡ് വിഡ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾസോ എഫക്ട് ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ലോവേർഡ് ബൈ എ ഫാക്ടർ 1 + A β ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് റൈസ്ഡ് ബൈ എ ഫാക്ടർ 1 + A β. അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയണം, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടണം. ഇങ്ങനെയാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. ഈ പാരാമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്തും ഗെയിനും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ക്രൈറ്റീരിയ ഓസിലേഷൻ ടു ഓസിലേറ്റ്. എക്സ്പ്ലെയിൻ ദി ക്രൈറ്റീരിയ ഫോർ ആൻ ഓസിലേറ്റർ ടു ഓസിലേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഓസിലേറ്ററിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്രൈറ്റീരിയ തന്നെയാണ്. ദിസ് ഇസ് ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയ. ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയ. അപ്പോൾ ശരിക്കും ഇതിൽ ഓസിലേഷൻസ് കിട്ടുന്നത് ക്രൈറ്റീരിയ നമ്പർ 3 ആണ്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 3 ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യുക, 3 കേസസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതൊക്കെയാണ് 3 കേസസ്? A β > 1, A β < 1, A β = 1. A β > 1 എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഓസിലേഷൻ. A β < 1 എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഓസിലേഷൻ. A β = 1 എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഈ സസ്റ്റെയിൻഡ് ഓസിലേഷനിലാണ് ശരിക്കും നമുക്ക് ഓസിലേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ 3 കേസസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ കേസിനും 1 മാർക്ക് വെച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു എലിമിനേറ്റ് ദി ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇൻ ക്ലാസ് B ആംപ്ലിഫയർ. അപ്പോൾ എല്ലാവർക്കും എന്താണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് അറിയാം. ഇപ്പോൾ ഈ ക്ലാസ് B ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുഷ് പുൾ അറേഞ്ച്മെൻറ്റിലൊക്കെ 2 സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഓൺ ഓഫ് ടൈമിൽ വരുന്ന വ്യത്യാസമാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവാക്കാം? ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഫിഗറാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ആക്ച്വലി കണ്ടോ, ഈ ഓരോ ഔട്ട്പുട്ട് സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും കഴിയുമ്പോൾ നമുക്കൊരു ഡിലേ വരുന്നുണ്ട്. ഇതാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? The transistor must operate in a class AB mode where a small standby current flows at 0 excitation. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബയാസിങ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോർഷനെ ഓവർകം ചെയ്യാൻ പറ്റുക. അതിന് ക്ലാസ് AB ആംപ്ലിഫയർ നമ്മൾ പ്രിഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ വേവ് ഫോമിന് 1 മാർക്കും എലിമിനേഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്കുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സ്പ്ലിറ്റ് അപ്പ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ 9ഉം 10ഉം ആക്ച്വലി ഏതായിരുന്നു? 9ഉം 10ഉം 5th മൊഡ്യൂളായിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ what is line regulation and load regulation of the context of voltage regulator. എന്താണ് ലൈൻ റെഗുലേഷൻ, എന്താണ് ലോഡ് റെഗുലേഷൻ? ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടു മെയിൻറ്റെയിൻ എ നിയർലി കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് വേരി. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇൻപുട്ട് വോൾട്ടേജ് എത്ര വേരി ചെയ്താലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആവുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ലോഡ് റെഗുലേഷൻ? ദ പർപ്പസ് ഓഫ് ലോഡ് റെഗുലേഷൻ ഈസ് ടു മെയിൻറ്റെയിൻ എ നിയർലി കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ ലോഡ് വേരീസ്. ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് 1.5 മാർക്ക് ലൈൻ റെഗുലേഷനും 1.5 മാർക്ക് ലോഡ് റെഗുലേഷനും. നിങ്ങൾക്ക് ഇക്വേഷൻസ് അറിയെങ്കിൽ ഇക്വേഷനും കൂടി ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ്
നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് എ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതൽ തിയറിയാണ് പാർട്ട് എയിൽ ചോദിക്കുന്നത്, 30 മാർക്ക്. അപ്പോൾ ഇത് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റണം. പാർട്ട് ബിയിലെ കുറച്ച് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുക. പാർട്ട് എ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ടൊന്ന് ജസ്റ്റ് നോക്ക്. പാർട്ട് ഫസ്റ്റ് മൊഡ്യൂള് എന്തായിരുന്നു? ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടും ട്രാൻസിസ്റ്റർ ബയാസിങ്ങും ആയിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിനും 2 ക്വസ്റ്റ്യനും ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതെന്നാണ്? വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നാണ്. കണ്ടോ, ഫസ്റ്റ് മൊഡ്യൂളിൽ 2ഉം. അതായത് നോർമൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ചോദിക്കുക. പക്ഷേ ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്രം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നാണ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ സെക്കൻഡ് നോക്ക്. സെക്കൻഡിൽ ഒറ്റ ചാപ്റ്ററുള്ളൂ BJT ആംപ്ലിഫയർ. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 3ഉം 4ഉം അല്ലേ? പിന്നെ നിങ്ങൾ നോക്ക്, 5ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനും. 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതെന്നാണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നിന്നാണ്. അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 7, 8 നിങ്ങൾ നോക്കുക. 7ാമത്തെയും 8ാമത്തെയും ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഓസിലേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫീഡ്ബാക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഫീഡ്ബാക്ക് ഒരു ചാപ്റ്ററും ഓസിലേറ്റർ ഒരു ചാപ്റ്ററുമാണ്. 9ഉം 10ഉം നോക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ പവർ ആംപ്ലിഫയറിൽ നിന്നും 10ാമത്തെ ക്വസ്റ്റ്യൻ വോൾട്ടേജ് റെഗുലേറ്ററിൽ. അപ്പോൾ കൂടുതൽ പ്രിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ചോദിക്കുക. ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്രമാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ മൊഡ്യൂളിലും ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3 മാർക്കിന്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം എല്ലാവർക്കും. ഈ 30 മാർക്കിൽ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഷുവറായിട്ടും സർക്യൂട്ട് പാസ്സാവാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. സർക്യൂട്ടിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നൊരു പാർട്ട് സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും പ്രോബ്ലംസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് പാർട്ടിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഒരു 20-22 മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റും സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീഡിയോ എഫക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വൈകാതെ തന്നെ പാർട്ട് ബിയുടെ ഡിസ്കഷനും കൂടിയും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.